ഹലോ മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വെച്ചിട്ടുള്ള CUT ചാനലിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ ഒരുപക്ഷെ സയൻസ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്നവരോ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരോ ഇനി അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് CUTക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു വർഷം മാറ്റി വെച്ചവരോ ആയേക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം അങ്ങനെയൊക്കെ ആൾക്കാർ മാറ്റി വെക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കാം, നമ്മുടെ CUT കഴിഞ്ഞ വർഷം 15 ലക്ഷത്തോളം പേര് അപ്ലൈ ചെയ്തിട്ട് അതിൽ 13 ലക്ഷത്തോളം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം അത്രത്തോളം വലിയ ലെവലിലേക്ക് കോമ്പറ്റീഷൻ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച മക്കളെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു വർഷം മാറ്റി വെക്കാനും ഇപ്പോൾ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അതായത് പരീക്ഷ കഴിഞ്ഞ് ഈ പറഞ്ഞ +2 കഴിഞ്ഞിട്ട് ജസ്റ്റ് 2 മാസമൊക്കെ പഠിച്ചിട്ട് CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മക്കളെ നല്ലൊരു പണി കിട്ടാൻ പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CUT സ്കോറൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും ഏറ്റവും അടിയിലായിരിക്കും നിങ്ങളുടെ റാങ്ക്. അടിയിലെ റാങ്ക് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു കോളേജിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് കിട്ടും എന്നല്ലാതെ വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ CUTക്ക് 99% സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞത് 99.9%. അപ്പൊ എന്താ സാറേ ഈ പറയുന്ന 0.1ന് വില അല്ല? എന്താ സാറേ 0.1ന് വില അല്ലേ? ഈ പറഞ്ഞ 0.1ന് വില അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അതിന്റെ കാര്യം ഞാൻ ലാസ്റ്റേക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് 100% എന്ന് വേണമെങ്കിൽ എനിക്ക് പറയുന്നത്, പക്ഷെ 100% ഞാൻ പറയാത്ത പറഞ്ഞില്ല. ഇതിൽ ഈ പറഞ്ഞ 1% മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. അതായത് ഈ പറഞ്ഞ 99.9% ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ പറഞ്ഞതുപോലെ ഒരു 1 ഇയർ വേണ്ടി മാത്രം CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 2 മന്ത്സ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ 6 മാസം. ഈ ഒരു 3 ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നോക്കിയേ, ഈ പറയുന്ന 3 ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലായിരിക്കും നിങ്ങളെന്ന് വിചാരിക്കുക. ഇനി ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുമല്ല നിങ്ങൾ വരുന്നതെന്ന് വിചാരിക്കുക. ഇതിലൊന്നുമല്ല, നിങ്ങൾ വേറെ എക്സെപ്ഷൻ കാറ്റഗറി ആണെന്ന് പോയിക്കോട്ടെ. എങ്ങനെയാണ് വേണ്ടില്ല, നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിക്കാനുള്ള ഒരു വഴിയാണ് മക്കളെ. നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് മൊത്തം 7 ദിവസമാണ്. എത്ര ദിവസം? 7 ദിവസം. അതൊന്ന് സാറേ 7 ദിവസം ഒരു ദിവസം ലീവ് ആക്കിക്കൂടെ? വേണമെങ്കിൽ ലീവ് ആക്കാം, കുഴപ്പമില്ല. പക്ഷെ ലീവ് ആക്കും തോറും എന്തെയും നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് 7 ദിവസം പഠിക്കണം, ലീവ് ആക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി 7 ദിവസം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എന്തിനാ 10-20 മണിക്കൂർ ഒന്നും ഇരുന്ന് പഠിക്കണം എന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം 4 മുതൽ 5 മണിക്കൂർ വരെ മാറ്റിക്കാൻ പറ്റുമോ? 4 മുതൽ 5 മണിക്കൂർ വരെ. അപ്പൊ 4 മുതൽ 5 മണിക്കൂർ വരെ സാറേ ഞാൻ എങ്ങനെ ടൈം കണ്ടെത്തുന്നു? ഞാൻ പറഞ്ഞുതരാം, എളുപ്പവഴിയുണ്ട്. അതായത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂർ എനിക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രാവിലെ കഴിഞ്ഞതിന് ശേഷം ഇതിന് രാത്രി ഒരു 2 മണിക്കൂറും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നടുവിൽ ഉച്ചക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 2 മണിക്കൂർ രാവിലെ സെറ്റ് ചെയ്തു, പിന്നെ ഉച്ചക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉച്ചക്ക് നിങ്ങൾക്ക് 1 മണിക്കൂർ സെറ്റ് ചെയ്യാം, ആൻഡ് രാത്രി നിങ്ങൾക്ക് 2 മണിക്കൂർ സെറ്റ് ചെയ്യാം. നോക്കി, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ ഭൂരിഭാഗം പേരും ഈ പറഞ്ഞ സയൻസ് പഠിച്ച സമയത്ത് 5 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേ ടൈം മതി, ഒരു 5 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസം 5 മണിക്കൂർ വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് ഈ പ്ലാൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് 2 മണിക്കൂർ വെച്ച്, അതുപോലെ 1 മണിക്കൂർ വെച്ച്, മൊത്തം 5 മണിക്കൂർ നമ്മൾ സ്റ്റഡി പ്ലാനിൽ പറയുകയാണ്. നിങ്ങൾ 7 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തെടുക്കാനുള്ളത് നോക്കിക്കോളൂ. നമ്മൾ പറയുന്നത് 3 രീതിയിലാണ് തിരിക്കുന്നത്. ഓക്കെ, 3 സ്റ്റെപ്പുകളായിട്ട്, അല്ലെങ്കിൽ 3 എന്ത് ചെയ്യാം വിഷനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് 3 സ്ട്രാറ്റജീസ് ആയിട്ട് പറയാം. ഓക്കെ, അതായത് ഓരോ ദിവസത്തേക്ക് ഓരോന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് വൺ നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങൾ. ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സിലബസ് എടുക്കുക. ആ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിലബസ് ഓൾറെഡി നമ്മുടെ NTA സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. CUT NTA CUT UG സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസും കിട്ടും. ആ സിലബസ് എടുത്ത് PDF അല്ലാതെ പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, സിലബസ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, അതിൽ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ ടോപ്പിക്ക്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കുക. ആ പറയുന്ന സിലബസിലെ പ്രിന്റ് എടുത്തതിന് ശേഷം ആ ഓരോ ടോപ്പിക്ക്, ഓക്കെ, നമുക്ക് എന്ത് പറയാം, കോർ ഏരിയാസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോർ ടോപ്പിക്സ് എന്ന് പറയാം. ആ ടോപ്പിക്കുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ വരെ നമ്മളത് പഠിക്കണം. അപ്പോൾ കോർ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NCERT യൂസ് ചെയ്യാം.
NCERT യൂസ് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ NCERT ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ബുക്കുകളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വർക്ക് ബുക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെപ്റ്റുകൾ പഠിക്കുക എന്നതാണ് ഈ പറഞ്ഞ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് NCERTയും വർക്ക് ബുക്കും ആദ്യം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പം ഒരു ദിവസം 4-5 മണിക്കൂറാണ് പറഞ്ഞല്ലേ. ഈ 4 മണിക്കൂർ നിങ്ങൾ ഇത് മുഴുവൻ ചെയ്യണോ? വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിന് ചെയ്യേണ്ടത് ആദ്യത്തെ 2 മണിക്കൂർ ഉണ്ടല്ലോ, ആദ്യത്തെ 2 മണിക്കൂർ എന്ത് ചെയ്യുക, കോൺസെപ്റ്റുകൾ പഠിക്കുക. പിന്നീട് ഉച്ചക്ക് വരുന്ന 1 മണിക്കൂറില്ലേ, ആ ഉച്ചക്ക് വരുന്ന 1 മണിക്കൂർ ഉണ്ടല്ലോ, ആ ഉച്ച സമയത്ത് വരുന്ന 1 മണിക്കൂർ നമുക്ക് പൊതുവെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഉച്ചക്ക് വരുന്ന 1 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന പാഠഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യാൻ ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നമുക്ക് രാത്രി നമ്മൾ 2 മണിക്കൂർ എടുക്കും. ഈ 2 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ പഠിച്ച 2 മണിക്കൂർ ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അഥവാ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിവിഷൻ ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസാനം ഈ 2 മണിക്കൂർ, രാത്രി പറഞ്ഞ 2 മണിക്കൂറിൽ അവസാനത്തെ അരമണിക്കൂർ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ഇന്ന് പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതാണ് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ചെയ്യേണ്ടത്. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ചെയ്യേണ്ട 5 ദിവസം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ മൺഡേ ടു ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന സാറ്റർഡേ ആണ് അല്ലേ. ഈ സാറ്റർഡേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സിമ്പിളാണ്. സംഗതി എന്താ ചെയ്യണം, ഇത്രേ ഉള്ളൂ. സാറ്റർഡേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ആർക്ക് വേണ്ടി അറിയോ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം മാറ്റിക്കണം. അത് ഒരുപാട് സമയം വേണമെന്ന് പറയുന്നില്ല. സാറ്റർഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠന സമയം വേണമെങ്കിൽ 3 മണിക്കൂറാക്കിയിട്ട് കുറക്കാം. അതായത് ഈ പറഞ്ഞ 2 മണിക്കൂർ PYQ ചെയ്യാനും അതുപോലെ 1 മണിക്കൂർ നിങ്ങളുടെ MCQ ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ബാക്കി വരുന്ന 2 മണിക്കൂർ, ഒരു ദിവസം 5 മണിക്കൂറിൽ 3 മണിക്കൂർ ഇവിടെ തീർന്നു. ബാക്കി വരുന്ന 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്തായിരിക്കണം, ബാക്കി വരുന്ന 2 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എറർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ എറർ ബുക്ക് എന്ന് പറയും. ഈ പറഞ്ഞ എറർ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് PYQ ഒക്കെ ചെയ്തു നോക്കും, അതൊക്കെ നമ്മൾ ചെയ്തു നോക്കും അല്ലെ. ഈ എറർ ബുക്കിന്റെ കാര്യം എന്ത് ചെയ്യാം, നമുക്ക് സൺഡേയിലേക്ക് മാറ്റാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ഇനി സൺഡേയുടെ ടൈം ടേബിളിലേക്ക് പോവുകയാണ്. നമ്മൾ സൺഡേ എന്ത് ചെയ്യണം, അപ്പോൾ നോക്കിക്കോളൂ. ഈ പറയുന്ന ഞായറാഴ്ച ദിവസമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അഥവാ ബാക്കി എല്ലാവരും കല്യാണത്തിനും ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഞായറാഴ്ച മാറ്റിയേക്കുന്നത് കംപ്ലീറ്റ് നമുക്കൊരു മോക്ക് ടെസ്റ്റ് എഴുതാനാണ്. ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ഈ പറഞ്ഞ ഞായറാഴ്ചകൾ എഴുതിയിരിക്കണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ അതായത് ഒന്നെങ്കിലും എന്താണ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒന്നെങ്കിലും ചെയ്യണം. അത് വെറുതെ എക്സാം എഴുതിയാൽ മാത്രം മതിയോ? പോരാ. നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം എന്ത് ചെയ്യണം, എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് റിവ്യൂ ചെയ്തെടുക്കുക. ഇനി നമുക്ക് തെറ്റിപ്പോയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലേ, ആ മിസ്റ്റേക്കുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എറർ ബുക്ക് തയ്യാറാക്കാം. ഈ എറർ ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോയ കാര്യം പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അഥവാ റീഡിങ് മിസ്റ്റേക്ക്, ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ റീഡിങ് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ആ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ആ എറർ ബുക്ക് എന്ന് പറഞ്ഞത് സാധാരണ നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ അതിലെ കോൺസെപ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ന്യൂട്ടന്റെ മൂന്നാം നിയമത്തിൽ ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, 3 എന്ന് കണ്ടില്ല 2 എന്നാണ് കണ്ടത്. അപ്പോൾ വായിച്ചപ്പോഴുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഡിങ് മിസ്റ്റേക്കിൽ എഴുതുക ന്യൂട്ടന്റെ മൂന്നാമത്തെ നിയമം ഞാൻ 2 എന്നാണ് വായിച്ചത്, അതൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതിയേക്കാം. ഇനി അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ, ഈ റീഡിങ് മിസ്റ്റേക്കിന് കുഴപ്പമായിട്ട് നമ്മൾ മറ്റൊരു കാര്യം പറയും, കോർ ഗ്യാപ്പ്. ഓക്കെ, കോർ കോൺസെപ്റ്റ് ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതായത് ഈ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ട് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് അതേഴ്സ് വേറെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് തെറ്റിപ്പോയി. ഇപ്പോൾ ഉദാഹരണം ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, അതുപോലെ കോൺസെപ്റ്റ് മനസ്സിലാത്ത കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ പഠിച്ച തെറ്റുകൾ കൊണ്ടൊന്നും ചെയ്യാം ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എറർ ബുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിന് നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാം. അങ്ങനെ സൺഡേ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന GAT ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് ഒരു മോക്ക് ടെസ്റ്റ്, അതൊരു 1 മണിക്കൂറിൻ്റെ മോക്ക് ടെസ്റ്റും പ്ലസ് അതിൻ്റെ റിവിഷൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, 2 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കുന്നു. അതുപോലെ നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ ഡൊമൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 1 മണിക്കൂർ മാറ്റിവെക്കുന്നു. അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറും കൂടി നമ്മൾ മാറ്റിവെക്കുന്നു. അന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഞായറാഴ്ച മാത്രം നമ്മൾ ഒരു 6 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഓക്കെ, ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു
തിങ്കൾ മുതൽ വെള്ളി വരെ, ശനിയാഴ്ച ചെയ്യേണ്ട കാര്യം ഞായറാഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇത് കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഇത് മക്കളെ 99.9% സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ സാറേ ബാക്കി വരുന്ന 1%, 0.1% ഉണ്ടല്ലോ, അഥവാ ഈ പറഞ്ഞ 0.1% എന്ത് ചെയ്യില്ല, ഇത് സക്സസ്ഫുൾ ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താ സംഗതി ഞാൻ പറഞ്ഞുതരാം. അതായത് മക്കളെ, നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സിലബസ് എന്ത് ചെയ്യും, നവംബർ ഡിസംബർ മാസത്തിലേക്കാണ് വരിക. അപ്പൊ ചില സമയങ്ങളിൽ ചില വർഷങ്ങൾ എന്ത് ചെയ്യും, സിലബസ് പെട്ടെന്ന് ഒന്നായിട്ട് മാറ്റിക്കളയും, മൊത്തത്തിൽ മാറ്റിക്കളയും, അല്ലെങ്കിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തും. ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 0.1% മാറ്റി വെച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ഇതാണ് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഈ പറഞ്ഞ 99% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സക്സസ് റേറ്റ്, അഥവാ ഏറ്റവും ടോപ്പ് മാർക്കിലേക്ക് വരാവുന്ന ഒരു നല്ല സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ CUT എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം ഉണ്ടല്ലോ, ഈ നിമിഷം തന്നെ എന്ത് ചെയ്യുക, CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇതേ പാറ്റേണിൽ നിങ്ങൾ തുടങ്ങുക. നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ എങ്ങനെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഉണ്ടാവും, സ്റ്റാർട്ടിങ്ങിന്റെ ദിവസം ഉണ്ടാവും, സ്റ്റാർട്ടിങ് ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ദിവസം നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് 1 മന്ത്, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിലവാരം എന്താ നോക്കുക. സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിൽ നിന്നും 30 ദിവസം കഴിയുമ്പോൾ മക്കളെ ഉറപ്പിച്ചോ, നിങ്ങൾ CUTന്റെ കാര്യത്തിൽ ഒരു പ്രോ ആയിട്ട് മാറുന്നുണ്ടാവും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഞാൻ ഗ്യാരണ്ടി തരാൻ കാരണം വേറെ ഒന്നുമല്ല, NTAയുടെ പല എക്സാമുകളുണ്ട്. NTAയുടെ ഏത് എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ക്രാക്ക് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, വെറുതെ തലേന്ന് പോയി പരീക്ഷയ്ക്ക് എഴുതാൻ എന്തല്ല, ഇത് നമ്മുടെ സാധാരണ സ്റ്റേറ്റ് സിലബസിന്റെ എക്സാം അല്ല, CBSE സിലബസിന്റെ എക്സാം ഒന്നല്ല, ഇത് NTA നടത്തുന്ന എക്സാമാണ്. അപ്പോൾ അതിനെന്തിനും നമ്മൾ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എജുപോർട്ട് CUTയിൽ കിട്ടും. അപ്പോൾ എജുപോർട്ട് CUTയിൽ നമ്മുടെ കോഴ്സുകൾ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ വിടുക എന്നല്ല, എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞെന്ന്, അതിൽ കൃത്യമായിട്ട് ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കി തന്ന് എന്നത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.